ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നമ്മളോടാ കളി. നാത്തുവാ. എന്നാലും വന്ദനെ, ഒരാള് നന്നാവൂന്ന് പറഞ്ഞാ ഇങ്ങനെയും നന്നാവോ? ഒരമ്മയാവാൻ തയ്യാറെടുക്കുന്ന എനിക്ക് അമ്മ ഇവിടെ നിൽക്കുന്നത് ഒരാശ്വാസവും കരുതലുമായിരുന്നു. ഈ അവസ്ഥയില് അമ്മയും അച്ഛനും ഞങ്ങളെ വിട്ടു പോയാ ഞങ്ങൾ ഒറ്റപ്പെട്ടു പോവും. സത്യം പറഞ്ഞ ഒരച്ഛന്റെ അമ്മയുടെ സ്നേഹം അനുഭവിച്ചു തുടങ്ങുന്നതേ ഉള്ളൂ. പോകരുതെന്ന് പറഞ്ഞ് തടഞ്ഞു നിർത്താനുള്ള ബന്ധമോ അധികാരമൊന്നും എന്താ ഇത്? ദേ നോക്ക്, ഈ മീനാക്ഷി എന്റെ ഏട്ടത്തിയാ, എന്റെ വിനുവേട്ടന്റെ ഭാര്യ. ഞാൻ അച്ഛനെയും അമ്മയും മാത്രമല്ല, ഏട്ടനെയും ഏട്ടത്തെയും കൂടിയാ വീട്ടിലേക്ക് വിളിച്ചത്. വന്ദനെ, മനസ്സിലായില്ലേ? വിനുവേട്ടനും മീനാക്ഷിയും ഇവിടെ തന്നെ താമസിക്കാമെന്നും പുതിയ വീട് വെക്കുമ്പോ അങ്ങോട്ട് വരാമെന്നുമാ പറഞ്ഞത്. മോനെ വിനു, മാധവൻ പണി പൂർത്തിയാക്കുന്ന വീട്ടില് ഒരു മുറി നിനക്കും മീനാക്ഷിക്കും ഉള്ളതാ. നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളത്. ആ മുറിയില് പകരക്കാരെ കയറ്റി താമസിപ്പിക്കില്ല. പുതിയ വീട്ടില് ഞങ്ങൾക്കായിട്ടൊരു മുറിയില്ലെങ്കിലും അച്ഛന്റെ അമ്മയുടെ മനസ്സിൽ എന്റെ വിനുവേട്ടനായിട്ട് തുറന്നൊരു വാതിലുണ്ടെന്ന് എനിക്കറിയാം. അത് മാത്രം മതി. മോളെ, എന്താ ഇത്? മോളെ, ഞങ്ങൾ ഇപ്പൊ ഇവരുടെ കൂടെ പോകുന്നില്ല. നാളെയോ മറ്റന്നാളോ അങ്ങനെ. അച്ഛാ, പെട്ടെന്നെല്ലാം ഇട്ടെറിഞ്ഞ് അങ്ങോട്ട് വരാൻ പറ്റില്ല. മോളെ, മോളുടെ കാര്യങ്ങൾ നോക്കാനും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും ഒക്കെ അമ്മയുണ്ടാകും. അതോർത്ത് മോള് പേടിക്കണ്ട. മീനാക്ഷി, അത് മീനാക്ഷിയുടെ കൂടെ വീടല്ലേ, അവിടെ മീനാക്ഷിക്കും വരാലോ. ഡോക്ടറെ കാണിക്കാൻ അമ്മ മാത്രമല്ല, ഞാനും ഉണ്ടാവും കൂടെ, നാത്തൂനായിട്ട്. പോരെ? അങ്ങനെ അച്ഛൻ്റെ ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയിരുന്ന സ്വപ്നക്കൂടിന്റെ തറക്കല്ലിടിയിലും കഴിഞ്ഞു. നമ്മൾ മക്കളും മരുമക്കളും എല്ലാം ഒരേ മനസ്സോടെ നിന്നപ്പോ അതൊരു കല തന്നെയായിരുന്നു. ആ, ഗോകുൽ ഉറങ്ങിയോ? ഇല്ല, ദിയമോളോടൊപ്പം മുറിയിലിരുന്ന് കഥ പറയാ. അതേതായാലും നന്നായി. ദിയമോൾ ഇവിടെ ആകെ ബോറടിച്ചിരിക്കുകയായിരുന്നു. ഗോകുലിനെ കണ്ടപ്പോഴാ കുഞ്ഞിന് ജീവൻ വെച്ചത്. ഇന്നത്തെ ദിവസം എന്തുകൊണ്ടും നല്ലതായിരുന്നു. ഒരിക്കലും ഇനി കാണാൻ പറ്റില്ലെന്ന് കരുതിയ നമ്മുടെ വർഷമോളെ കാണാൻ പറ്റിയില്ലേ? അല്ല നാത്തൂനെ, വർഷം ശ്യാമു എന്തിനാ നേരത്തെ പോയി കളഞ്ഞത്? വർഷ ഏത് ഹോസ്റ്റലിലാണല്ലോ താമസിക്കുന്നത്. അത് കഴിഞ്ഞ് സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരണ്ടേ, അതാ. ഓ, അതാണോ കാര്യം? അപ്പൊ നാളെ രാവിലെ തന്നെ വരുമായിരിക്കും അല്ലേ? സന്തോഷമായി. അവള് വന്നാലേ ശരിക്കും ഇവിടെ ഒരു സന്തോഷമുള്ളൂ. ചിരിയും കളിയും തമാശയൊക്കെയായി മൊത്തത്തിൽ ഈ അന്തരീക്ഷമാകെ മാറ്റും. വർഷയെ പോലെ തന്നെയാ വസന്തേച്ചി.
വസന്തേച്ച് വന്ന മാറാത്ത അന്തരീക്ഷവും മാറും. പിന്നെ ട്വിസ്റ്റോട് ട്വിസ്റ്റ് ആയിരിക്കും. ഒരു പ്രത്യേക വൈബാ. എടി, 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 എടി. നീ എന്നെ കളിയാക്കുവായിരുന്നല്ലേ? വേദനിക്കുന്ന ചേച്ചി. ഉഫ്, എടി ചേച്ചി. അയ്യോ, നോന്നോ. എന്റെ ജൂനിയർ മനോജ് അപ്പച്ചി വീട് എന്ന് പറഞ്ഞതുകൊണ്ട് തൽക്കാലം ഞാൻ വിടുന്നു കേട്ടോ. വേദനിച്ചോ? സാരമില്ല കേട്ടോ. നിനക്കേ ഇലയുടെ ഇഷ്ടല്ലേ? നാളത്തെ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് ഇലയുടെ ആക്കി കളയാം. എന്താ സുചിത്രേ? പണ്ട് ഇലയുടെ ഉണ്ടാക്കുന്ന ദിവസം ഞാനും പ്രകാശനും പൊരിഞ്ഞ തമ്മിലടിയാ. വീട്ടിൽ തുടങ്ങുന്ന അടി സ്കൂളിൽ പോകുന്ന വഴിയിലും ക്ലാസ് മുറിയിലും ഒക്കെ കാണും. ഒരു ദിവസം ക്ലാസ് ടീച്ചറായ പീതാംബരൻ സാറ് ഞങ്ങളുടെ തല്ലുകൂടല് കണ്ടുകൊണ്ട് വന്നു. രണ്ടുപേരെയും ഓഫീസ് റൂമിലേക്ക് വിളിപ്പിച്ചു. എന്നിട്ട് രണ്ടുപേർക്കും കടയിൽ നിന്ന് 2 ഇലയുടെ വാങ്ങിത്തന്നു. അതിനുശേഷം പീതാംബരൻ സാറിന്റെ പേരെന്താണെന്നറിയോ? എലിയപ്പൻ സാറിന്. ആ ജഗൻ വന്നല്ലോ. അച്ഛനമ്മ വന്നില്ലേ? ഇല്ല. ഇല്ലേ? അതെന്താ? അവര് നാളെയോ മറ്റന്നാളോ വരും. അതെന്താ ഏട്ടാ, നിങ്ങൾക്ക് അവര് നിർബന്ധിച്ചു കൊണ്ടുവന്നൂടായിരുന്നോ? നിർബന്ധിക്കാഞ്ഞിട്ടല്ല. അവിടെ മീനാക്ഷി ഒറ്റയ്ക്കല്ലേ. ഈ രാത്രി തന്നെ അമ്മയും അച്ഛനും ഇങ്ങോട്ട് വന്നാ പിന്നെ മീനാക്ഷിക്ക് വിഷമായാലോ എന്ന് വിചാരിച്ചിട്ടാ. നാളെ മീനാക്ഷിയെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയിട്ട് അച്ഛനും അമ്മയും ഇങ്ങോട്ട് വരും. അത് മതി. അല്ല, ദീമോൾ ഉറങ്ങിയോ? ഇല്ല. നിങ്ങൾ കുളിച്ചിട്ട് വാ, ഞാൻ അത്താഴം എടുത്തു വെക്കാം. അതെ, ഗ്യാസ് തീരാറായെന്നാ തോന്നുന്നത്. ഗ്യാസ് ഏജൻസി വിളിച്ചിട്ടാണെങ്കിൽ അവര് ഫോണും എടുക്കുന്നില്ല. ഗ്യാസ് കിട്ടിയില്ലെങ്കിലേ നമ്മള് വിറക് കൂട്ടി ചോറും കറി വെക്കും. നമ്മളോടാ കളി. നാത്തുവാ. എന്നാലും വന്ദനെ, ഒരാള് നന്നാവൂന്ന് പറഞ്ഞാ ഇങ്ങനെയും നന്നാവോ? മാധവ, താനിതെങ്ങോട്ട്? വാ, കേറ്. വേണ്ടടോ, 2 ദിവസമായിട്ട് രാവിലെ വീണ്ടും നടത്തം തുടങ്ങി. നടക്കാൻ ഇറങ്ങുമ്പോ അത്യാവശ്യം വീട്ടു സാധനങ്ങളൊക്കെ വാങ്ങും. മീനും പച്ചക്കറിയും ഒക്കെ വാങ്ങാൻ വീണ്ടും ഒരു പോക്ക് ഒഴിവാക്കാവല്ലോ. തന്നോട് ഞാൻ പിണക്കവാ. ആ കല്ലിടിൽ ചടങ്ങിന് താൻ വരുമെന്ന് കരുതി ഞാൻ കാത്തിരുന്നു. അത് മാധവ, താനൊന്നും പറയണ്ട. എടോ, താൻ ഒരാള് കാരണമാ ഞാൻ വർക്ക്ഷോപ്പ് തുടങ്ങിയതും വസ്തു വാങ്ങിയതും വീട് വെക്കാൻ തീരുമാനിച്ചതൊക്കെ. എത്ര ലക്ഷം രൂപയാടോ താൻ എന്നെ സഹായിച്ചത്. എന്നിട്ടും താൻ ആ കല്ലിടിൽ ചടങ്ങിന് വരാറുന്നത് മോശമായി പോയി. സോറി, എനിക്ക് എത്താൻ പറ്റിയില്ല. താനതങ്ങ് ക്ഷമിച്ചു കളാ. അല്ല, താനിപ്പോ ഈ വഴിക്ക് അങ്ങോട്ടാ? ഞാൻ മാധവനെ അന്വേഷിച്ചിറങ്ങിയതായിരുന്നു. ഇപ്പൊ എന്തായാലും കണ്ടത് നന്നായി. ഇവിടെ വെച്ച് എന്റെ കാര്യം പറഞ്ഞേക്കാം. മാനത്തെ കൊട്ടാരം